നമസ്കാരം. ഇന്ത്യയിലെ ഓരോ ഗർഭിണിയും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു സിമ്പിൾ പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ശരിക്കും അത്യാവശ്യമാണ്. അതെ, നിങ്ങളൊരു കുഞ്ഞിനെ കാത്തിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഡോക്ടർ നിങ്ങളോടൊരു ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും, അല്ലേ? അപ്പോ എന്താണിത്? എന്തിനാണിത് ചെയ്യുന്നത്? നമുക്കിതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. ശരി, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മറ്റ് പല രാജ്യങ്ങളിലും ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ ഗർഭകാല പ്രമേഹം കണ്ടെത്താൻ നമ്മുടേതായ ഒരു പ്രത്യേക രീതിയുണ്ട്. അതിനെയാണ് നമ്മൾ ഡിപ്സി പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. വളരെ ലളിതമായി പറഞ്ഞാല് ഈ ഡിപ്സി ടെസ്റ്റ് എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിൽ വരാൻ സാധ്യതയുള്ള പ്രമേഹം, അതായത് GDM, കണ്ടെത്താനുള്ള ഒരൊറ്റ സ്റ്റെപ്പിലുള്ള ഒരു പരിശോധനയാണ്. ഇതിന് വലിയ തയ്യാറെടുപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോ എന്തിനാണ് ഇന്ത്യയിലുള്ള എല്ലാ ഗർഭിണികളും ഈ ടെസ്റ്റ് ചെയ്യുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ, പഠനങ്ങൾ പറയുന്നത് ഇന്ത്യൻ സ്ത്രീകൾക്ക് GDM വരാനുള്ള റിസ്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചു കൂടുതലാണെന്നാണ്. അതുകൊണ്ട് ഇതൊരു മുൻകരുതലാണ്, എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഇനി ഈ ടെസ്റ്റിന്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് നോക്കിയാലോ? ഇത് കേൾക്കാൻ നല്ല രസമുള്ളൊരു കാര്യമാണ്. ഗർഭാവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു തരം വടംവലിയെക്കുറിച്ചാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ഗർഭപാത്രത്തിലുള്ള പ്ലാസന്റ, അതായത് മറുപിള്ള, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താ? കുഞ്ഞിന് വേണ്ട പോഷകങ്ങളെല്ലാം കൊടുക്കുക എന്നത് തന്നെ. കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നത് ഈ പ്ലാസന്റയാണ്. ഇനി പറയുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കുഞ്ഞിന് ആവശ്യത്തിന് ഗ്ലൂക്കോസ്, അതായത് പഞ്ചസാര കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി പ്ലാസന്റ ചില ഹോർമോണുകൾ ഉണ്ടാക്കും. ഈ ഹോർമോണുകൾ എന്താ ചെയ്യാന്നറിയോ? അത് നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിന്റെ പ്രവർത്തനത്തെ ചെറുക്കും. അപ്പോൾ സ്വാഭാവികമായും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടും. ഇതെല്ലാം കുഞ്ഞിന് എളുപ്പത്തിൽ ഭക്ഷണം കിട്ടാൻ വേണ്ടിയാണ്. ഈ ഒരു ആശയം ഈ കാണുന്ന ഉദ്ധരണി വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. നോക്കൂ, ഒരു വശത്ത് പ്ലാസന്റ കുഞ്ഞിനു വേണ്ടി രക്തത്തിൽ ഷുഗർ നിലനിർത്താൻ നോക്കുന്നു. അതേസമയം മറുവശത്ത് നിങ്ങളുടെ പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കി ആ ഷുഗർ ലെവൽ നോർമലാക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു ശരിക്കുള്ള വടംവലി പോലെ തന്നെയല്ലേ? അപ്പോൾ ഈ ഡിപ്സി ടെസ്റ്റ് എന്താണ് ശരിക്കും ചെയ്യുന്നത്? ഈ വടംവലിയില് നിങ്ങളുടെ ശരീരം ജയിക്കുന്നുണ്ടോ, അതായത് ഈ ഒരു അവസ്ഥയെ താങ്ങാൻ നിങ്ങളുടെ ശരീരത്തിന് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. നമ്മൾ അധികമായി 75 ഗ്രാം ഗ്ലൂക്കോസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കുന്ന ഒരുതരം സ്ട്രെസ് ടെസ്റ്റാണിത്. ഓക്കെ, ഇനി അടുത്തത്. ടെസ്റ്റ് ചെയ്യുന്ന ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. ഇതിനെപ്പറ്റി ഒരു ടെൻഷനും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ആദ്യം നിങ്ങൾക്ക് 75 ഗ്രാം ഗ്ലൂക്കോസ് കലക്കി ഒരു ഡ്രിങ്ക് കുടിക്കാൻ തരും. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൃത്യം 2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ എടുക്കും. അത്രയുള്ളൂ സംഭവം. ഇതാണ് ഡിപ്സി ടെസ്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും സൗകര്യവും. ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ, അതായത് ഫാസ്റ്റിംഗ് എടുക്കേണ്ട ഒരാവശ്യവുമില്ല. ദിവസത്തിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്നതൊന്നും ഒരു പ്രശ്നവുമേ അല്ല. നിങ്ങൾക്ക് ക്ലിനിക്കിൽ വന്ന് ഈ ടെസ്റ്റ് ചെയ്യാം. ഗർഭകാലത്ത് എന്തിനാണ് ഒന്നിൽ കൂടുതൽ തവണ ഈ ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിന്റെ കാരണം പ്ലാസന്റ വളരുന്നതിനനുസരിച്ച് ഈ ഹോർമോണുകളുടെ അളവിലും മാറ്റം വരും. അതുകൊണ്ട് ഓരോ ട്രൈമസ്റ്ററിലും ഈ വടംവലിയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. ഇനി ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു സംശയമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റിന്റെ നോർമൽ കട്ട് ഓഫ് 140 mg/dL ആയിട്ട് വെച്ചിരിക്കുന്നത്? നമുക്കതൊന്ന് നോക്കാം. നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ ഇതാണ്, 140 mg/dL. ഇത് നിങ്ങളുടെ സാധാരണ ബ്ലഡ് ഷുഗർ ലെവൽ അല്ല, മറിച്ച് 75 ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്ത് ശരീരത്തിന് ഒരു സ്ട്രെസ് കൊടുത്തതിനു ശേഷമുള്ള ഒരു സേഫ്റ്റി ലൈനാണ് ഈ 140. ഇതിലെ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു റാൻഡം ബ്ലഡ് ഷുഗർ ടെസ്റ്റ് നിങ്ങൾ തൊട്ടുമുമ്പ് കഴിച്ച ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഡിപ്സി ടെസ്റ്റിൽ 75 ഗ്രാം ഗ്ലൂക്കോസ് എന്ന വലിയൊരു ലോഡ് കൊടുത്തതിനു ശേഷം 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ശരീരത്തിന് ആ ഷുഗർ 140-ൽ താഴെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞിന് അപകടസാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ ടേബിൾ നോക്കൂ, വളരെ ക്ലിയറാണ്. നിങ്ങളുടെ ഷുഗർ ലെവൽ 140-ൽ താഴെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, എല്ലാം നോർമലാണ്. അടുത്ത ട്രൈമസ്റ്ററിൽ ടെസ്റ്റ് ഒന്നുകൂടി ചെയ്താൽ മതി. ഇനി
140 അതിൽ കൂടുതലോ ആണെങ്കിലോ നിങ്ങൾക്ക് GDM ഉണ്ടെന്ന് സ്ഥിരീകരിക്കും. എന്നിട്ട് ഭക്ഷണത്തിലൂടെയുള്ള ചികിത്സ, അതായത് MNT, ഉടൻ തന്നെ തുടങ്ങും. ഇനി ടെസ്റ്റ് ചെയ്യുന്ന ദിവസം കുറച്ചുകൂടി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ചില പ്രാക്ടിക്കൽ ടിപ്സ് നോക്കാം. ഈ 75 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നല്ല മധുരമുള്ളൊരു പാനീയമാണ്. ചിലർക്ക് ചിലപ്പോൾ ഒരു ഓക്കാനം പോലെ വരാം. അതിൽ കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചാൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. പിന്നെ ആ കാത്തിരിക്കുന്ന 2 മണിക്കൂർ വെറുതെ നടക്കാനോ മറ്റ് ജോലികൾ ചെയ്യാനോ പാടില്ല. കാരണം ശരീരം അനങ്ങിയാൽ ഷുഗർ കുറയും. അപ്പോൾ റിസൾട്ട് തെറ്റായി വരും. ദാഹിച്ചാൽ കുറച്ച് വെള്ളം കുടിക്കാം, അത്രമാത്രം. ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഗ്ലൂക്കോസ് കുടിച്ചതിനു ശേഷം ഛർദ്ദിച്ചു പോയാൽ എന്തു ചെയ്യും? പേടിക്കേണ്ട, അതിനും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. ഗ്ലൂക്കോസ് കുടിച്ച് അരമണിക്കൂറിനുള്ളിലാണ് ഛർദ്ദിക്കുന്നതെങ്കിൽ ആ ടെസ്റ്റ് അസാധുവാകും. പിറ്റേ ദിവസം വന്ന് വീണ്ടും ചെയ്യേണ്ടിവരും. എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞാണ് ഛർദ്ദിക്കുന്നതെങ്കിലോ അപ്പോഴേക്കും ഗ്ലൂക്കോസിന്റെ ഭൂരിഭാഗവും ശരീരം വലിച്ചെടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് ടെസ്റ്റ് തുടരാം, ഒരു പ്രശ്നവുമില്ല. ഒരു കാര്യം ഓർക്കുക, ഈ ഡിപ്സി ടെസ്റ്റ് ഒരു രോഗനിർണയമല്ല, മറിച്ച് ഒരു സ്ക്രീനിംഗ് ആണ്. നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിന്റെയും ആരോഗ്യത്തിലേക്കുള്ള യാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആദ്യപടിയായി ഇതിനെ കണ്ടാൽ മതി. പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താനും വേഗം തന്നെ ശരിയായ പരിചരണം നൽകാനും ഇത് നമ്മളെ സഹായിക്കും. അപ്പോ ആരോഗ്യവാനായ ഒരു കുഞ്ഞിനു വേണ്ടി ഈ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? ഇത് നിങ്ങളുടെ കയ്യിലുള്ള വളരെ പവർഫുള്ളായൊരു ടൂളാണ്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ടെസ്റ്റ് കൃത്യസമയത്ത് ചെയ്യുക. ആരോഗ്യകരമായ ഒരു ഗർഭകാലം ഉറപ്പാക്കുക.